അപ്പൊ തുടങ്ങും. നിന്നെ വന്നൊന്ന് കാണണമെന്ന് എപ്പോഴും വിചാരിക്കും. അതെങ്ങനെയാ? കോടതി സ്റ്റേഷനും വിസ്താരവും ഒക്കെ ആയിട്ട് നിനക്കൊരു ശാലം പോലും ഒഴിവില്ലല്ലോ. എന്റെ കർത്താവേ, തീ തിന്നുമ്പോ അത് ചങ്കി കെട്ടുകയും കൂടെ ചെയ്താലോ? നീ അങ്ങ് ഓഞ്ഞു പോയില്ലോടിയേ. ഇനിയിപ്പോ ഞാനെന്നാ വളഞ്ഞാനെന്നാ. ഞാനേ ഇച്ചിരി ഉണ്ണിയപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ അവിടെ പത്രാസുകാരൊക്കെ വന്നിരിക്കുമല്ലോ. വേലിക്ക കൊണ്ടുവന്നാ നീ തിന്നുവോടിയേ? നമ്മുടെ വേലിക്കും പാടത്തും ചെടിയിലൊക്കെ തന്നെ അല്ലായിരുന്നോടി. എന്നാ നിനക്ക് ഞാൻ ഇപ്പം വരാം. നീ അവിടെ നില്ല്, ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കുഴലപ്പം അച്ചപ്പൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നുവാൻ തോന്നും. നീ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക രുചിയാ. പണ്ട് പാടത്ത് പണിക്ക് വരുമ്പോ ആ തൂക്കുപാത്രത്തിൽ നീ കൊണ്ടുവരാനുള്ള വെള്ളച്ചോറും തലേനത്ത് മീൻ കൂട്ടാനും ഇപ്പോഴെന്റെ നാക്കിയാലുണ്ട്. ഇനി കുഞ്ഞുമറിയത്തിന്റെ കടക്കാരൻ വേലിക്ക് വന്നാൽ കിട്ടുകയില്ല. വേണമെങ്കിൽ അങ്ങ് അമേരിക്കയിലോട്ട് വരണം. അതെന്നാ? ഞാൻ അമേരിക്കക്ക് പോവാടി. പോകുമ്പോ കൊണ്ടുപോകാനുണ്ടാക്കിയതല്ലേ ഇതൊക്കെ. ഇളയ മോൻ തോമസ് കുട്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. വിസയും വിമാനത്തിന്റെ ടിക്കറ്റും ഒക്കെ കൊടുത്തു വിട്ടത് മിനിഞ്ഞാന്ന് കിട്ടി. നീ ഭാഗ്യമുള്ള കുഞ്ഞുമറിയെ. ഓ, എന്നാ ഭാഗ്യവാ. ഇവിടെ ഈ പാടവും പറമ്പും പള്ളിയും ഒക്കെ ആയിട്ട് നടന്നിട്ടേ അവിടുത്തെ ഓരോ സ്ഥലപ്പേരുകളേ പമ്മടക്കിനാച്ചേരി, ചാത്തോത്തുമുക്ക്, പടിയക്കണ്ടി കേൾക്കുമ്പോ തന്നെ എന്നാ സുഖവാ. ഇത് ഞാൻ വിമാനം ഇറങ്ങുന്ന സ്റ്റോപ്പിന്റെ പേര് കേൾക്കണ്ടേ നിനക്ക്? ആ, അയ്യോ, പിന്നെ മറന്നു. ഒരാഴ്ച എടുത്ത് അതൊന്ന് വായിച്ചു പഠിക്കാൻ. സാൻ ഫ്രാൻസിസ്കോ. മൂത്തവൻ അങ്ങ് ഫിലാഡൽഫിയയില. ആ മക്കളെ അമേരിക്കയിലെ നഴ്സന്മാർക്ക് കെട്ടിച്ചുവിട്ട തള്ളമാരെ ശിക്ഷിക്കാൻ ദൈവം തമ്പുരാൻ അറിഞ്ഞിട്ട സ്ഥലപ്പേരുകൾ അമേരിക്കയിൽ മൊത്തം. ഈ വയസ്സുകാലത്ത് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്റെ കർത്താവേ? അതിന് അവരെ കൊണ്ടല്ലേ അവിടെ. അതുങ്ങൾ അമ്മച്ചി അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുമ്പോ നീ വേറെ ഒന്നും ആലോചിക്കണ്ട. ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നഴ്സത്തിൽ രണ്ടാമത് പെറ്റിട്ട് 5 മാസം കഴിഞ്ഞു. അവിടെ ആണെങ്കിൽ വീടടിച്ചു ഉടയ്ക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു. അവക്ക് ഇവിടുത്തെ 8,000-ഉം 10,000-ഉം ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും. കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും. ശമ്പളവും വേണ്ട. ചത്തുപോയവരൊക്കെ കയറ്റിക്കൊണ്ടുവരാൻ വിമാനത്തിനൊക്കെ ഭയങ്കരം ചാർജ് ആവുകയോ. ഓ, ചത്തു കഴിഞ്ഞാ പിന്നെ അമേരിക്ക ആയാലെന്നാ കിനാശ്ശേരി ആയാലെന്നാ. കാലത്ത് ഞാൻ പോകുമ്പോ എന്റെ മുമ്പിലൊന്നും വന്ന് നിന്നേക്കരുത്.